ദീപാവലിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നതിനാൽ ഞങ്ങൾ ഈ വീക്കിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾ ഇനി തിങ്കളാഴ്ച മുതൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ വാട്സപ്പും എല്ലാം തന്നെ ചാലുമായി തുടങ്ങുകയുള്ളൂ, അതായത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. അതുവരെ ദയവായിട്ട് സഹകരിക്കുക മാത്രമേ മാർഗമുള്ളൂ കേട്ടോ എല്ലാ കസ്റ്റമേഴ്സും. ഹായ് ഫ്രണ്ട്സ്, ഐ എം രഞ്ജിത്ത് അനിൽ ഫ്രം വിയാഷർ കുർത്തീസ്. വിയാഷർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാവലിയുടെ തിരക്കാണ്. അത് എനിക്ക് ഇത്ര കസ്റ്റമേഴ്സിന് പറഞ്ഞാലും മനസ്സിലാവണില്ല. ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് പാസ് ചെയ്തേക്കാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാവലിയാണ്, ഞാൻ ഓൾറെഡി വർക്കിങ്ങിലാണ്, പിന്നെ എൻ്റെ ഒരുപാട് പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങളോട് അത് എങ്ങനെയാണ് മനസ്സിലാക്കി തരേണ്ടതെന്ന് പറഞ്ഞാൽ അറിയില്ല. അടുത്ത വീക്കിൽ നമ്മൾ വീഡിയോ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സമയത്ത് നല്ല ഹെവി ലോഡാണ്. വൈകുന്നേരം ഒരു 7:30 ഒക്കെ ആകും ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ നല്ല ടയേർഡ് ആയിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ കുറച്ച് കഥകളും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ അതിന് മുമ്പിട്ടൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ അറിയാൻ പോകുന്ന കാര്യം അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, പറയാൻ പോകുന്ന അങ്ങനെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണ് കാര്യങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം തിങ്കളാഴ്ച തൊട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് റെഗുലർലി വരുന്നത്. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ബാക്കിൽ നമ്മുടെ പ്രൊഡക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബായിട്ട് വർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് പോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ തുണി കഷ്ണത്തിനെ ഇതേപോലെ ഒരു കുർത്തിയാക്കി ഞങ്ങൾ എടുക്കുവാണ്. മനസ്സിലായില്ലേ? ഇതേപോലെ ഒരു കുർത്തിയാക്കി ഞങ്ങൾ എടുക്കുവാണ്. അതിന് എന്തുമാത്രം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവണില്ലേ എന്തോ, എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു ജോർജറ്റ് തുണിനെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് ഇതുപോലൊരു കുർത്തിയാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് നമുക്ക് അത്ര അധികം ഉണ്ട്, ഭയങ്കര ഹെവിയാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകൾ പുറത്തേക്കാണ് വിടുന്നത്. ദീപാവലി ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വരാണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. തിങ്കളാഴ്ച മുതലേ നമ്മുടെ വീഡിയോസും നമ്മുടെ വാട്സപ്പും എല്ലാം തന്നെ ആക്റ്റീവ് ആകുള്ളൂ. ഇനി ലാസ്റ്റ് ദുപ്പട്ടേൻ്റെ, അതായത് നമ്മുടെ ദുപ്പട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദുപ്പട്ടേൻ്റെ ഓർഡേഴ്സ് മാത്രമാണെന്ന് തോന്നുന്നു ഡെസ്പാച്ചിങ് കിടക്കുന്നത്. അതും ഓൾറെഡി 100 പേർക്ക് കഴിഞ്ഞു. ഇനി ഒരു 98 ദുപ്പട്ടയും കൂടെ അയക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഞങ്ങൾ സൂറത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സൂറത്തിൽ നിന്ന് വരുന്ന, കാരണം ദീപാവലിയാണ്, അവിടെയും ഭയങ്കര തിരക്കാണെന്ന്. അവിടെ നിന്ന് മെറ്റീരിയൽസ് ഒന്നും വരുന്നില്ല. ഇനിയിപ്പോൾ 20-ാം തീയതി ദീപാവലിയാണ്, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു 15 ദിവസം കഴിഞ്ഞാൽ സൂറത്ത് മാർക്കറ്റ്, പുറത്തുനിന്നല്ല ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം തന്നെ, കപ്പട മാർക്കറ്റ് എല്ലാം തന്നെ ഇനി ഒരു 15 ദിവസത്തിന് ശേഷമേ ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രെസ് നമ്മളും എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റത്തിൻ്റെ എല്ലാം നമ്മൾ ഫാബ്രിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളല്ലോ. അതനുസരിച്ച് ഞങ്ങൾ അത്രയും ടഫാണ് ടാസ്ക്. ദയവ് ചെയ്ത് നിങ്ങളുടെ കാല് പിടിച്ച് പറയുവാണ്, ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. 10, 100, 150 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ഒരു ടെൻഷനും വേണ്ട. അതെല്ലാം തന്നെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തൊട്ട് റെഗുലർലി നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും. തിരക്കായതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കൂടോത്രം ചെയ്യാൻ അതിൻ്റെ പുറകെ ഓരോ ആൾക്കാർ വരും. കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ കൂടോത്രം ചെയ്യാൻ കുറേ ആൾക്കാർ പുറകെ വരും. അതുകൊണ്ട് എനിക്ക് പബ്ലിസിറ്റി ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. രക്ഷപ്പെടുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. ഞാൻ എക്സ്പെഷ്യലി ഒരു വിധവയായ സ്ത്രീയാണ്. അങ്ങേയറ്റം പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ഈ ലൈബിലിറ്റിക്കകത്ത് നിൽക്കുന്ന ഊരാൻ വേണ്ടിയിട്ട്. അത്രയും ഹെവി വർക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആരെയും പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും പോകാൻ താല്പര്യം ഇല്ലാത്ത ആളാണ്. എല്ലാവരുടെയും പൈസകളും കൊടുത്തു തീർത്ത് നിൽക്കണമെങ്കിൽ ഞാൻ അത്രയും സ്റ്റെബിലിറ്റി ആയിട്ട് നിന്ന് ജോലി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതാണ്. ദൈവത്തെ വിചാരിച്ചൊന്ന് മനസ്സിലാക്കുക. ഫോൺ അതുകൊണ്ടാണ് ഇത്രയും വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് ഫോണൊന്നും ചാലുവാക്കി വെച്ചിട്ട് എല്ലാവർക്കും റിപ്ലേസ് ഒന്നും തരാനായിട്ട് സാധിക്കില്ല. അത് പോസിബിളും അല്ല. അതുകൊണ്ടാണ് എൻ്റെ മൊബൈൽ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിനീൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്. സോ 3 days സിനി നല്ല തിരക്കാണ്. അവളുടെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്, പ്രസവിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് തൽക്കാലത്തേക്ക് ഈ ഒരു 1 week ഞങ്ങളുടെ ഒരു വാട്സപ്പും ചാലുവല്ല. ഞാൻ ഇപ്പോൾ പറയുവാണ്, ഈ ഒരു 1 week ഞങ്ങളുടെ ഒരു വാട്സപ്പും ചാലുവല്ല. നമ്മളുടെ എല്ലാ പ്രോഡക്റ്റ് ഇനി കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അതെല്ലാം തന്നെ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച തൊട്ട് ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഡെസ്പാച്ചിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ, വേറെ ഒരു മാർഗ്ഗവുമില്ല. ഓക്കെ, കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന കളക്ഷൻസും നല്ല
കിടുക്കാച്ചി കോട്ട് സെറ്റ് ഒക്കെ വെറും 699 രൂപയ്ക്ക് നമ്മൾ ബിഹൈൻഡിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റത്തില്ല, അടുത്ത ആഴ്ച നമുക്ക് കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.